നമസ്കാരം. ലൂസിയിലെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ആൻറ്റി വാക്സറിൻ്റെ ഓഡിയോ ക്ലിപ്പിനുള്ള ഒരു റിയാക്ഷൻ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. പ്രധാനമായിട്ടും ഈ ഓഡിയോ ക്ലിപ്പ് എല്ലാ ഗ്രൂപ്പുകളിലും വളരെ സജീവമായി തന്നെ കറങ്ങി നടക്കുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു. ഇതിൽ സംസാരിക്കുന്ന സ്ത്രീ പ്രത്യേകിച്ചും പറയുന്നത് വാക്സിൻ വളരെ അപകടകരമാണ്. ഇത് അമേരിക്കയിലും യൂറോപ്പിലുള്ള ഏതാണ്ട് എല്ലാവർക്കും തന്നെ അത് മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ അത് നിങ്ങൾ എടുക്കുന്നതൊന്ന് ആലോചിച്ചിട്ട് വേണം. വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ടോപ്പിക്കാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ ഇതിനകത്തൊരു ഡിസ്ക്രിപ്ഷൻ സഹിതം ഈ ഓഡിയോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഓഡിയോയിൽ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ അതോ എന്തെങ്കിലും വെറുതെ ചുമ്മാ തള്ളാണോ എന്നുള്ളതാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. വാക്സിൻ്റെ ടോപ്പിക് ഒരു കോൺട്രവേഴ്സി ടോപ്പിക് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതുവരെ സംസാരിക്കാതിരുന്നത്. തുടർന്നും താങ്കൾ അത് സംസാരിക്കാതിരിക്കുന്നതായിരുന്നു നല്ലത്. ഞാൻ പേഴ്സണലി വളരെയധികം ഡോക്ടേഴ്സ് അല്ല സപ്പോർട്ട് ചെയ്യുന്നവർ, അതായത് 70% ഓഫ് യൂറോപ്യൻ പോപ്പുലേഷന് ഇതിൻ്റെ സൈഡ് എഫക്ട്സിനെ പറ്റി അറിയാം. വാക്സിൻ കോർട്ട് എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്. അതിനെപ്പറ്റി മാത്രം നിങ്ങൾ പഠിച്ചു നോക്കുക. $4.2 ബില്യൺ ആണ് ഇതുവരെ കോമ്പൻസേഷൻ കൊടുത്തത് US മാത്രം. അതായത് US ഗവൺമെൻറ്റിനോട് ഒരു കേസ് ജയിക്കണമെങ്കിൽ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കുക. തൗസൻഡ്സ് ഓഫ് കേസസ് പെൻഡിങ് ആണ്. അതിൽ വാക്സിൻ അഡ്വേഴ്സ് എഫക്റ്റ് എന്ന് പറയുന്നത് വെറും 10% മാത്രമേ റിപ്പോർട്ട് ചെയ്യാറുള്ളൂ. ബാക്കി എന്തിപ്പം അതിൻ്റെ ഒരു അഡ്വേഴ്സ് എഫക്റ്റായിട്ട് വന്നാൽ പോലും അത് അതായത് വാക്സിൻ്റെ സൈഡ് എഫക്റ്റ് അല്ല എന്ന് പറഞ്ഞിട്ട് അത് മാറ്റിവിടാറാണ് പതിവ്. അതിൽ നിന്നും ഇത്രയും ചെറിയ ശതമാനം ജയിച്ചതാണ് പറയുന്നത്. 4.2 മില്യൺ പോലും അല്ല, ബില്യൺ ഡോളേഴ്സ്. അതായത് 9 പൂജ്യമോ 10 പൂജ്യമോ വരും. ബില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 പൂജ്യമോ 10 പൂജ്യമോ അല്ല, കൃത്യമായി 9 പൂജ്യമുള്ള $4.2 ബില്യൺ തന്നെയാണ് ഏതാണ്ട് 2012 വരെ US ഗവൺമെൻറ് കൊടുത്തിട്ടുള്ളത്. ഈ പറയുന്ന വാദത്തിനകത്തുള്ള പ്രശ്നം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഒരു വാക്സിൻ കോർട്ട് ഉണ്ട് എന്നുള്ളത് കൊണ്ട് വാക്സിൻ അശാസ്ത്രീയമാകുന്നില്ല. ഇപ്പോൾ കുടുംബ കോടതി നമ്മുടെ നാട്ടിലുണ്ട്, അതുകൊണ്ട് കുടുംബം അശാസ്ത്രീയമല്ല. അല്ലെങ്കിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷന് പ്രത്യേകം കോർട്ടുണ്ട്, അതുകൊണ്ട് വാങ്ങിക്കുന്ന സാധനങ്ങളുടെ എല്ലാം ഗുണനിലവാരം മോശമാകുന്നില്ല. ആക്ച്വലി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കോർട്ട് ഉള്ളത് കൊണ്ട് ഓരോ മാനുഫാക്ചററും ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് ഏതാണോ അതിൻ്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യുന്നു. അതായത് ഉപഭോക്താവിനാണ് അതിൻ്റെ ഗുണം കിട്ടുക. അപ്പോൾ വാക്സിൻ കോർട്ടിൻ്റെ ഗുണം കിട്ടുന്ന ആർക്കായിരിക്കും? വാക്സിൻ്റെ ഉപഭോക്താക്കൾക്ക് തന്നെയായിരിക്കും. ഇതിനകത്ത് പറയുന്ന ഈ വാക്സിൻ കോർട്ടിൽ എന്താണ് ഈ $4.2 ബില്യൺ കൊടുത്തത്? ഇതിനകത്ത് അവരുടെ തന്നെ വെബ്സൈറ്റിൽ പറയുന്നുണ്ട് ഏതാണ്ട് 60% കേസുകളും ആക്ച്വലി വാക്സിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഞ്ചുറി അല്ല. വാക്സിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഞ്ചുറി അല്ലെങ്കിലും ഒരു മാനുഷിക പരിഗണന കണക്കിലെടുത്തിട്ടാണ് ഈ കോടതികളെല്ലാം ഈ എമൗണ്ട് കൊടുത്തതെന്നുള്ളതാണ്. അത് വാക്സിൻ കൊണ്ടുള്ള ഇഞ്ചുറി കൊണ്ട് മാത്രമല്ല, അല്ലാതെ തന്നെ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനെ വളരെ മനുഷ്യത്വപരമായിട്ടുള്ളൊരു സമീപനത്തോടു കൂടി കണ്ടതുകൊണ്ടാണ് അവർ ഈ പറയുന്ന പൈസ കൊടുത്തത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇന്ത്യയിലുള്ള പല വാക്സിനുകളും വളരെ സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത്. പക്ഷേ അമേരിക്കയിൽ അങ്ങനെയല്ല. ഓരോ വാക്സിൻ വാങ്ങിക്കുന്നതിനോടൊപ്പവും ഈ വാക്സിന് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന തുകയിലേക്ക് വാക്സിൻ എടുക്കുന്ന ആൾ തന്നെ ഒരു ശതമാനം കൊടുക്കണം. അപ്പോൾ അവരുടെ നിന്ന് തന്നെ കളക്ട് ചെയ്ത പൈസ ആയതുകൊണ്ട് തന്നെയാണ് അവർ തീർച്ചയായിട്ടും അതിനെ അലോക്കേറ്റ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ വാക്സിൻ കോർട്ട് ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. മാത്രമല്ല വാക്സിൻ കോർട്ട് ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഒരിക്കലും വാക്സിൻ അശാസ്ത്രീയമാവുന്നില്ല എന്നുള്ളത് നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇനി ഈ വിവരം കേട്ട് ഞെട്ടിയ ഡോക്ടേഴ്സ് ഏതാണെന്ന് അറിഞ്ഞൂടാ. വല്ല ഓൾട്ടർനേറ്റീവ് മെഡിസിനും പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടേഴ്സ് ആയിരിക്കും ഞെട്ടിയത്. അല്ലെങ്കിൽ ഞെട്ടാൻ വേണ്ടി ഇരിക്കുന്ന ഡോക്ടറെ അടുത്ത് കഴിയുന്നതും പോകാതിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ ഇത്രയും പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇന്ത്യയിൽ പോളിയോയുടെ എണ്ണം, അതായത് വൈൽഡ് ഇത് വന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതിന് വരെ ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ ഇതിന് കണക്കില്ലാത്ത. ബാക്കി എല്ലാ രാജ്യങ്ങൾക്കും ഇതിൻ്റെ വ്യക്തമായ കണക്കുണ്ട്. അവിടുത്തെ ആൾക്കാർ അവെയറാണ്. ഇത് വളരെ തെറ്റിദ്ധാരണജനകമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ത്യയിലെ പോളിയോ എടുക്കുന്നതിനെ പറ്റിയും എന്തുമാത്രം പോളിയോ വാക്സിൻസ് കൊടുത്തെന്നുള്ളതും അതുപോലെ തന്നെ എത്ര പേർക്ക് പോളിയോ വരുന്നെന്നുള്ളതിന് വളരെ പണ്ട് മുതലേ തന്നെ വളരെ കൃത്യമായിട്ടുള്ള കണക്കുകൾ തന്നെയുണ്ട്. ഞാൻ അതിൻ്റെ ടേബിൾ തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. എന്തുമാത്രമാണ് പോളിയോ വാക്സിനേഷനെ തുടർന്ന് ആ അസുഖം കുറഞ്ഞു വന്നതെന്നുള്ളത്. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, ഇപ്പോൾ എൻ്റെയൊക്കെ പ്രായമുള്ളവർക്ക് തീർച്ചയായിട്ടും അറിയായിരിക്കും, 1-2 പേരെങ്കിലും പോളിയോ ബാധിച്ച് വരുന്നതായിട്ട് കാണാം. പക്ഷേ നമ്മൾ ഇന്ന് അങ്ങനെയുള്ള കുട്ടികളെ കാണാത്തതിന് ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് വാക്സിൻ്റെ സക്സസ് തന്നെയാണ്. അതെങ്ങനെയാണ് കുറഞ്ഞത്, എങ്ങനെയാണ് നമ്മൾ ഇന്ന് ഇറാഡിക്കേറ്റ് ചെയ്തെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിനു മുമ്പും ഇതുപോലെ ഭീകരമായ പല അസുഖങ്ങളും ഉണ്ടായിരുന്നു. സ്മോൾ പോക്സ് പോലുള്ള, ഞാനൊന്നും അത് കണ്ടിട്ട് പോലുമില്ല. പക്ഷേ എനിക്ക് അതിൻ്റെ വാക്സിൻ എടുത്തിട്ടുണ്ട്. ഏതാണ്ട് എൻ്റെ സമയമൊക്കെ ആയപ്പോഴാണ് സ്മോൾ പോക്സ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇറാഡിക്കേറ്റ്, എനിക്ക് തോന്നുന്നു 77-ലാണെന്ന് തോന്നുന്നു, എന്തായാലും കംപ്ലീറ്റ് ആയിട്ട് ഇറാഡിക്കേറ്റ് ചെയ്തത്. അപ്പോൾ വാക്സിൻ എന്ന് പറയുന്നത് വളരെ ഹ്യൂജായിട്ട് തന്നെ
വൈദ്യശാസ്ത്ര രംഗത്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. അതുകൊണ്ടാണ് അതിപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് ഇതുപോലെ കോവിഡ് പോലെയുള്ള ഒരു പാൻഡമിക് സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് നമുക്കതിനെ സ്റ്റോപ്പ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള മാർഗ്ഗം എന്ന് പറയുന്നത് വാക്സിൻ തന്നെയാണ്. നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇത് വാക്സിൻ എന്ന് പറയുന്നത് ഇതെന്താണെന്ന് ആദ്യം ഒന്ന് പഠിക്കുക, എന്നിട്ട് തർക്കിക്കാൻ വരിക. ഇതിലെന്താണ് നമ്മളോട് പറയുന്നത് ഇത് വെറും ഒരു ആന്റിബോഡി ഉണ്ട്, അല്ലെങ്കിൽ മറ്റേതുണ്ട്, മറിച്ചുണ്ടെന്നാണ്. ഇതിനകത്ത് പറയേണ്ട കാര്യം, ഇവരാണ് തീർച്ചയായിട്ടും വാക്സിൻ എന്താണെന്ന് പഠിക്കേണ്ടത്. ഇവർക്ക് വാക്സിനെ പറ്റി പൊതുവേ ഒരു ധാരണയും ഇല്ലെന്നുള്ളത് ഈ സംസാരത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. അതായത് വാക്സിനകത്ത് ഒരിക്കലും ആൻറ്റിബോഡിയോ അല്ല വാക്സിനകത്തുള്ളത്. പ്രോബബ്ലി അതിനകത്ത് ചിലപ്പോൾ ഒരു ആൻറ്റിജൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു വൈറൽ വെക്ടർ ആയിരിക്കാം, അപ്പോൾ അല്ലെങ്കിൽ ഒരു mRNA ആയിരിക്കാം. ഇതൊക്കെയാണ് വാക്സിനകത്തുള്ളത്. അപ്പോൾ നമ്മുടെ ശരീരത്തെ കൊണ്ട് ആൻറ്റിബോഡി ഉണ്ടാക്കിക്കാനായിട്ട് എന്തെങ്കിലും ഒരു വസ്തുവിനെ ഉള്ളിലേക്ക് കൊടുക്കുന്നു. നമ്മളതിനെ ആൻറ്റിജൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു വൈൽഡ് വൈറസ് വരുന്നതിനേക്കാളും അതിന് മുമ്പ് നമുക്കൊരു ട്രെയിനിങ് കിട്ടാനായിട്ട് അതേ തരം വൈറസ്, പക്ഷേ ശക്തി കുറഞ്ഞതിനെയോ ഇല്ലെങ്കിൽ ഇനാക്ടിവേറ്റഡ് ആയിട്ടുള്ളതിനെയോ അല്ലെങ്കിൽ ലൈവ് അറ്റിനുവേറ്റഡ് ആയിട്ടുള്ളതോ ഒക്കെ ആയിട്ടുള്ള ഒരു ആൻറ്റിജനെ കൊടുത്ത്, അല്ലെങ്കിൽ പുതിയ വാക്സിൻ ആണെങ്കിൽ mRNA പോലെയുള്ള കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്. ഇതെല്ലാം ഉപയോഗിച്ചിട്ടാണ് ഒരു ശരീരത്തെ കൊണ്ട് ആവശ്യത്തിനുള്ള ആൻറ്റിബോഡിയും അതുപോലെ ബി സെൽസും ടി സെൽസും ഒക്കെ ഉണ്ടാക്കിക്കാനായിട്ടാണ് നമ്മൾ ശരിക്കും വാക്സിൻ കൊടുക്കുന്നത്. അല്ലാതെ ആൻറ്റിബോഡി ഡയറക്റ്റായിട്ട് കുത്തുകയല്ല. അപ്പോൾ വാക്സിനെ കുറിച്ച് പഠിക്കേണ്ടത് ഇവരാണ്. ഇതിങ്ങനെ നിലനിൽക്കണമെങ്കിൽ എന്തോരം കെമിക്കൽസ് അതിൽ ചേർക്കണം? അത് ആലോചിക്കേണ്ട കാര്യം, ജനിച്ച് വീഴുന്ന കുട്ടിക്കാണ് ഒരു വാക്സിൻ കൊടുക്കുന്നത്. അതിൽ ഹെവി മെറ്റൽസ് ഉണ്ട്, പ്രിസർവേറ്റീവ്സ് ഉണ്ട്. ഹെവി മെറ്റൽ എന്ന് പറയുന്നത് ഒരിക്കലും ശരീരത്തിൽ ഡയറക്റ്റ് ആയിട്ട് എൻറ്റർ ചെയ്യാൻ പാടില്ലാത്ത മെർക്കുറി, അലൂമിനിയം ആണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇതിനകത്ത് പറയുന്നത് എന്തിനാണ് ഈ മനഃപൂർവ്വം ആളുകളെ ദ്രോഹിക്കാൻ വേണ്ടിയാണോ ഈ ഹെവി മെറ്റൽസ് എല്ലാം കേൾക്കുന്നത്? അതിനകത്ത് അലൂമിനിയം ഹെവി മെറ്റലായിട്ടൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അത് പോട്ടെ. ഈ മെർക്കുറി ആക്ച്വലി എന്തിനാണ് ഉപയോഗിക്കുന്നത്? മെർക്കുറി അടങ്ങിയിട്ടുള്ള ഒരു പ്രിസർവേറ്റീവാണ് ഉപയോഗിക്കുന്നത്. ഈ ഈഥൈൽ ആൽക്കഹോൾ, മീഥൈൽ ആൽക്കഹോളിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് ഈഥൈൽ ആൽക്കഹോളാണ് മദ്യപിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. മീഥൈൽ ആൽക്കഹോൾ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ മെത്തിലേറ്റഡ് സ്പിരിറ്റൊക്കെ കയ്യിൽ ഇഞ്ചക്ഷൻ വെക്കുന്നതിന് മുമ്പൊക്കെ ഉപയോഗിക്കാൻ, അങ്ങനെയൊക്കെയുള്ള പർപ്പസിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ മീഥൈൽ ആൽക്കഹോൾ നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ മരിച്ചു പോകും. പക്ഷേ ഈഥൈൽ ആൽക്കഹോളാണ് സാധാരണ കൺസ്യൂം ചെയ്യുന്നത്. അതുപോലെ തന്നെ മീഥൈൽ മെർക്കുറിയും ഈഥൈൽ മെർക്കുറിയും ഉണ്ട്. ഇതിനകത്ത് ഈഥൈൽ മെർക്കുറി ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രിസർവേറ്റീവാണ് ഉണ്ടാക്കുന്നത്. എന്തിനാണ് പ്രിസർവേറ്റീവ് ഉണ്ടാക്കുന്നത്? പ്രിസർവേറ്റീവ് ഇല്ലാതെ ഒരു വാക്സിൻ, അത് കൂടുതലും ഈ ബഹുമാത്ര വയലുകളിലാണ്, ഒന്നിലധികം പേർക്ക് കൊടുക്കാൻ പറ്റുന്ന വയലുകളിലാണ് ഈ മെർക്കുറിയുള്ള പ്രിസർവേറ്റീവ് ഉപയോഗിക്കുന്നത്. ആ പ്രിസർവേറ്റീവ് ഉപയോഗിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? അതിനകത്ത് എന്ത് തന്നെ ആയിരുന്നാലും അത് കേടുകൂടാതിരിക്കാനാണ്. അതിന് വേണ്ട അളവിൽ കൃത്യമായിട്ടാണ് ഈ പറയുന്ന ഹെവി മെറ്റൽസ് ഉള്ള വസ്തു ഉപയോഗിക്കുന്നത്. മാത്രമല്ല ഈഥൈൽ മെർക്കുറിയുടെ ഹാഫ് ലൈഫ്, അല്ലെ അത് എങ്ങനെയാണത് ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായി പഠനം നടത്തിയിട്ടുണ്ട്. WHO പോലും പറയുന്നത് ആ പെർട്ടിക്കുലർ പ്രിസർവേറ്റീവ് ഉപയോഗിക്കാം എന്നാണ്. ഇനി അലൂമിനിയം എന്തിനാണ് ഉപയോഗിക്കുന്നത്? അലൂമിനിയം ഒരു അഡ്ജുവൻ്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. പല വാക്സിനകത്തും അലൂമിനിയം ഉപയോഗിക്കുന്നത് അതിൻ്റെ എഫക്റ്റീവ്നെസ് കൂട്ടാനാണ്. കൂടുതൽ നേരം ശരീരത്തിനകത്ത് ആ ഇമ്മ്യൂൺ റെസ്പോൺസ് ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു അഡ്ജുവൻ്റ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ അലൂമിനിയം ഉപയോഗിക്കുന്നത്. അല്ലാതെ ഒരു നല്ല സാധനം ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഹെവി മെറ്റൽസും കൂടെ കൊടുത്ത് ആളുകളെ കൊല്ലുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല. അപ്പോൾ അവരതിനെക്കുറിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് വളരെ തെറ്റാണ്. ഇത് പോരാഞ്ഞിട്ട് ഇത് ആന്റി ഫ്രീസ്, അതായത് ആന്റി ഫ്രീസിന് കെമിക്കൽസ് ഉണ്ട്. ഫ്രീസ് അതായത് സ്റ്റോറേജ് ചെയ്യുമ്പോൾ ഫ്രീസ് ആവാതിരിക്കാം. ഫോർമാൽഡിഹൈഡ്, അതായത് ഡെഡ് ബോഡി പ്രിസർവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനം ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു 8-10 പുറത്ത് കെമിക്കൽ ഉണ്ട്. ഇത് അവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഈ ഫോർമാൽഡിഹൈഡ് ഡെഡ് ബോഡി പ്രിസർവ് ചെയ്യാൻ ഉപയോഗിക്കാം, വാക്സിനിൽ ഉപയോഗിക്കാം, പല സ്ഥലത്തും ഉപയോഗിക്കാം. ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. നമ്മൾ ക്ലോസറ്റിൽ ഫ്ലഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അതേ വെള്ളം തന്നെയാണ് നമ്മൾ കുടിക്കുന്നത്. രണ്ടും വെള്ളമാണ്. അപ്പോൾ 2 പർപ്പസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫോർമാൽഡിഹൈഡ് ഡെഡ് ബോഡി പ്രിസർവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അത് വാക്സിനകത്ത് മൈൽഡായിട്ട് ചേർക്കാം. ഇനി എന്തിനാണ് ഈ ഫോർമാൽഡിഹൈഡ് ചേർക്കുന്നത്? ഒരു ലൈവായിട്ടുള്ള ഒരു വൈറസിനെ എടുത്ത് കൊടുക്കുന്നതിനേക്കാളും അതിനെ നമ്മളൊന്ന് അറ്റിനുവേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റ് അതിനൊന്ന് ഇനാക്റ്റീവ് ആക്കണം. അപ്പോൾ ഇനാക്റ്റീവ് ആക്കാനായിട്ടാണ് അതിന് പറ്റിയ അളവിലുള്ള ഫോർമാലിൻ ചേർക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ തന്നെ നാച്ചുറലായിട്ട് ഇഷ്ടം പോലെ ഫോർമാൽഡിഹൈഡ് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ എത്രയോ വളരെ ചെറിയൊരു എമൗണ്ടാണ് ഈ വാക്സിനകത്ത് ചേർക്കുന്നത്. അപ്പോൾ ഈ ഫോർമാൽഡിഹൈഡ് ചേർത്തില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? വളരെ വൈൽഡായിട്ടുള്ള ഒരു വൈറസ് ആയിരിക്കും. അപ്പോൾ അതിനെ ഒന്ന് മയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഫോർമാൽഡിഹൈഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫോർമാൽഡിഹൈഡ് ശവശരീരത്തിൽ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞ് പേടിക്കേണ്ട യാതൊരു കാര്യമില്ല. ഇതൊന്നും പോരാഞ്ഞിട്ട് ഇത് കൾച്ചർ ചെയ്യുന്ന മീഡിയം, അതായത് ചിലപ്പം പലതിലാണ് കൾച്ചർ ചെയ്തത്. ചിലപ്പോൾ മങ്കിയുടെ കിഡ്നി സെല്ലിലായിരിക്കും. ഇതിൽ നിന്നും ചിലപ്പോൾ ചിലതരം വൈൽഡ് ആയിട്ടുള്ള വൈറസുകളും ഒക്കെ ഈ വാക്സിനിൽ കയറും.
അങ്ങനെയാണ് ഇവിടെ എയ്ഡ്സ് എന്ന് പറയുന്ന സാധനം വന്നത്. അത് അതിന്റെ സയന്റിസ്റ്റ്, മെർക്കുലസ് സയന്റിസ്റ്റ്, അത് കണ്ടുപിടിച്ച ആള്, അത് പടർത്തിയ ആള് സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മെർക്കുലർ സയൻറ്റിസ്റ്റോ വേറെ ഏതെങ്കിലും ഒരു സയൻറ്റിസ്റ്റ് പറഞ്ഞാൽ അത് അയാൾ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ എടുക്കുന്നതിനെ അപ്പീൽ ടു അതോറിറ്റി എന്നാണ് പറയുന്നത്. ശാസ്ത്രം എന്ന് പറയുന്നത് വളരെ ഒന്നിലധികം ആളുകളുടെ കമ്പൈൻഡ് ആയിട്ടുള്ള എഫേർട്ടിൽ നിന്നുണ്ടാകുന്ന ഒരു നോളജാണ്. ഇനി അദ്ദേഹം എന്താണ് ചെയ്തത്, അല്ലെങ്കിൽ എന്തിനാണ് ഈ സെൽ ലൈൻ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ മങ്കി സെൽസ് ഉപയോഗിക്കുന്നത്? നമുക്കറിയാം, വൈറസ് എന്ന് പറഞ്ഞാൽ ഒരു ജനിത പദാർത്ഥം മാത്രമാണ്. അതിൻ്റെ പുറത്ത് ചിലപ്പോൾ ഒരു കവറിങ്ങോ എന്തെങ്കിലും ഉണ്ടാവാം. അത്ര മാത്രമാണ് ഒരു വൈറസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ വൈറസിനെ നമുക്ക് ഈ വീട്ടിൽ പശുവിനെയോ പട്ടിയോ ഒക്കെ കെട്ടിയിട്ട് വളർത്തുന്നത് പോലെ വളർത്താൻ പറ്റില്ല. അപ്പോൾ അതിനെ വളർത്തണമെങ്കിൽ ഒരു സെല്ല് വേണം. ഒരു സെല്ലിനകത്ത് മാത്രമേ വൈറസിന് ആക്റ്റീവ് ആകാൻ പറ്റൂ. അതിനെ മൾട്ടിപ്ലൈ ചെയ്യിപ്പിക്കണമെങ്കിൽ, അതിൻ്റെ പകർപ്പുകൾ എടുക്കണമെങ്കിൽ എല്ലാം അത്യാവശ്യം വേണ്ടത് ഒരു സെല്ലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇനി അതിൽ നിന്നല്ല ഈ പറഞ്ഞ സയൻറ്റിസ്റ്റ് പറഞ്ഞതുപോലെ വൈറസ് അല്ലെങ്കിൽ HIV ഉണ്ടായി വന്നത്. അതിനകത്തുണ്ടായിരുന്നത് സെമിയാൻ എന്ന് പറഞ്ഞ ഒരു തരം വൈറസാണ്, അല്ലെങ്കിൽ SIV എന്ന് പറയുന്ന ഒരു വൈറസാണ് ഈ ചിമ്പാൻസിക്കകത്തുണ്ടായിരുന്നത്. ഈ ചിമ്പാൻസികളിലുള്ള SIV അല്ല ഇന്നത്തെ HIV, അല്ലെങ്കിൽ അത് പിന്നെ ഭാവിയിൽ എയ്ഡ്സ് ആയിട്ട് മാറുന്ന സാധനം എന്നുള്ളത്. അപ്പോൾ SIVയെ HIV ആയിട്ട് തെറ്റിദ്ധരിച്ചിട്ടാണ്. ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആളുകളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രചരിക്കാനായിട്ട് വളരെ എളുപ്പമാണ്. പിന്നെ അവർ ആദ്യം പറഞ്ഞ എന്താണ് 8 10 കെമിക്കലുകൾ ചേർക്കുന്നു എന്നുള്ളത്. ഈ കീമോഫോബിയ എന്ന് പറയുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഉള്ള ഒരു കാര്യമാണ്. ഈ നാച്ചുറലായിട്ടുള്ളതെല്ലാം വളരെ നല്ലതാണ്, അതൊന്നും കെമിക്കൽസ് അല്ല, അല്ലാതെ ഈ സിന്തറ്റിക് ആയിട്ട് ഉണ്ടാക്കുന്നതും ഈ കെമിക്കൽസ് എന്നുള്ള പേരിനോടുള്ള ഭയമാണ്. അപ്പോൾ ഇതിനകത്തുള്ളതും അവർ കഴിക്കുന്നതും അവർ ശ്വസിക്കുന്നതും എല്ലാം ഓക്സിജനും ഒരു കെമിക്കലാണ്. എന്ത് സാധനം അവർ ഉപയോഗിക്കുന്ന ഉപ്പ് ഒരു കെമിക്കലാണ്. അവർ എന്ത് തൊട്ടിരുന്നാലും അവർക്ക് കെമിക്കൽ അല്ലാതെ മറ്റൊരു കാര്യത്തിനെ തൊടാൻ പറ്റില്ല. അപ്പോൾ ഈ കെമിക്കൽ എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. 8 10 കെമിക്കൽ അത് സൂക്ഷിക്കാൻ ആവശ്യമാണെങ്കിൽ വേണം. ഈ വാക്സിൻ ഉണ്ടാക്കുന്നവർ വേറെ ഊളകളല്ല. അവർക്ക് തീർച്ചയായിട്ടും അറിയാം ഏത് തരം കാര്യങ്ങൾ കൂടെ ആഡ് ചെയ്താൽ മാത്രമേ ആ വാക്സിൻ കൃത്യമായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അത് 1-2 വർഷമല്ല, വർഷങ്ങളോളമുള്ള സ്റ്റഡീസിന് ശേഷമാണ് അത് പുറത്തേക്ക് ഇറക്കുന്നത്. അതായത് ഇത് സയന്റിസ്റ്റുകൾ സമ്മതിക്കുകയാണ്, എൻ്റെതിന് ഇത്ര അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ടായിരുന്നു, ഞാൻ കാരണമാണ് ഇവിടെ ഈ ഇത്ര അസുഖങ്ങൾ ഉണ്ടായത് എന്ന് പറഞ്ഞാൽ പോലും ഇവിടുത്തെ തലയിൽ ഭയങ്കരമായിട്ട് ബുദ്ധിയുള്ള ആൾക്കാർക്ക് അത് വിശ്വസിക്കാൻ വയ്യാന്ന്. അപ്പോൾ അതിൽ കൂടുതൽ എന്താണ് പറയാനുള്ളത്? അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, തലയിൽ വളരെ ബുദ്ധിയുള്ള ആളുകൾ ചിന്തിക്കേണ്ടത് ഒരാൾ പറഞ്ഞു എന്ന് പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് അത് സത്യമാവണമെന്നില്ല. ഇപ്പോൾ ഈ ലേഡി തന്നെ പറയുന്നത് കേട്ടിട്ട് കുറേ പേര് അത് സത്യമായിട്ടൊന്ന് വിശ്വസിക്കും. ഓക്കെ, അവരുപയോഗിക്കുന്നതെല്ലാം സയൻറ്റിഫിക് ആയിട്ടുള്ള ജാർഗൻസ് ആണ്, അവർ ഇൻ്റർനെറ്റിൽ നിന്ന് തപ്പിയെടുക്കുന്നതാണ്. ഈ പറയുന്ന പേരുകളൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് ഇവർക്ക് വളരെ അറിവുള്ള ഒരു സ്ത്രീയാണ് എന്ന് സ്വാഭാവികമായി തെറ്റിദ്ധരിക്കുകയും അവർ പറയുന്ന അക്ഷരാർത്ഥത്തിൽ എടുക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വിശ്വസിക്കാൻ പ്രോഗ്രാംഡ് ആയിട്ടുള്ള ഒരു ബ്രെയിനാണ് പൊതുജനങ്ങളുടെ എന്നുള്ളതാണ്. നമ്മുടെ സെർച്ച് എഞ്ചിൻസും എല്ലാം അതിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നതാണ്. നമ്മൾ എന്താണോ തപ്പുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ കോൺസ്പിറസി തിയറി ആണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആ പറയുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഒന്ന് ആലോചിക്കേണ്ടത്, ഈ വാക്സിൻ ഡയറക്റ്റായിട്ട് ഇഞ്ചക്ട് ചെയ്യാണ്, ബ്ലഡിലേക്ക് കയറുകയാണ്. ബ്ലഡിലേക്ക് ഒരു സാധനം, ഒരു പാത്തജൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോറിൻ ബോഡി കയറണമെങ്കിൽ ഒത്തിരി പ്രൊസീജിയർ ഉണ്ട്. ചെറിയ സാധനമെല്ലാം നമ്മുടെ ശരീരത്ത് സ്കിന്നിൽ തൊട്ടാൽ പോലും അവിടുത്തെ നമ്മുടെ ഫ്രണ്ട്ലി ബാക്ടീരിയനെ നശിപ്പിച്ചു കളയും. അല്ലെങ്കിൽ മ്യൂക്കസിലാണ് തൊടുന്നതെങ്കിൽ അത് നശിപ്പിച്ചു കളയും. അങ്ങനെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാത്തജന് മാത്രമേ ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ. അതും നമ്മുടെ ഇമ്മ്യൂണിറ്റി വീക്ക് ആണെങ്കിൽ മാത്രമേ കയറാൻ പറ്റൂ. ഒരു പാത്തജൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ ഉള്ളിൽ കയറുമ്പോഴേക്കും നമ്മുടെ എൻറ്റയർ സിസ്റ്റത്തിൽ അലേർട്ട് കൊടുത്തിരിക്കും, ഇങ്ങനെ ഒരു ഫോറിൻ ബോഡി എൻ്റർ ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ സിസ്റ്റം എപ്പോഴും ഇത് പ്രിപ്പയർ ആയിട്ടിരിക്കും. അതായത് ഇങ്ങനെ ഒരു സാധനം വരുന്നതിന് പ്രിപ്പയർ ആയിട്ടിരിക്കുന്ന സമയത്താണ് അതായത് ഒത്തിരി അതിനോടകം തന്നെ വളരെയധികം ആന്റിബോഡീസ് ഒക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായി കഴിയും. അങ്ങനെ ഇപ്പൊ നാച്ചുറലായിട്ട് നമുക്ക് ഒരു കൊറോണ ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ അങ്ങനെ നാച്ചുറലായിട്ട് കയറുന്നതും ഡയറക്റ്റ് ഇത്രയും കെമിക്കല്, അതായത് ഒരു വാക്സിൻ എന്ന് പറയുമ്പോൾ പല വിധത്തിലുണ്ട്, അതിൽ പലതിലും ഒരു മൈൽഡ് ആയിട്ട് അതിനെ ഒരു പകുതി വീക്കായിട്ടായിരിക്കും നമ്മളുടെ കയ്യിൽ കയറ്റുന്നത്. ഈ വീക്കായിട്ടുള്ള പാത്തജൻ അല്ലെങ്കിൽ ആ ഒരു സാധനം നമ്മുടെ ശരീരത്തിലേക്ക് കയറുമ്പോൾ ആ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി കുറവാണെങ്കിൽ ഇവർ ആക്ടിവേറ്റ് ആയിട്ട് അവിടെ മ്യൂട്ടേഷൻ നടക്കും. ഇത് പ്രൂവൺ ആണ്, അല്ലാതെ വെറുതെ വായി വരുന്നത് പറയല്ല. എന്നിട്ട് അത് ഭയങ്കര ഒരു ഭീകരമായ ഒരു സാധനമായിട്ടായിരിക്കും നമ്മുടെ എക്സ്ക്രീഷനിലൂടെ വരുന്നത്. ഈ പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. വൈറസ് എപ്പോഴും മ്യൂട്ടേഷന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. അത് വൈൽഡ് വൈറസിനാണ് കൂടുതലും സംഭവിക്കുന്നത്. ഇപ്പോൾ കൊറോണയിൽ തന്നെ പല സ്ട്രെയിൻ ഓഫ് വൈറസ് നമ്മൾ കേൾക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മൾ എത്രയോ വേരിയൻസ് കേട്ട് കഴിഞ്ഞു. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ 2-3 വേരിയൻ്റുകളുണ്ടെന്ന് പറയുന്നു. അല്ലാതെ തന്നെ UK വേരിയൻറ്റിനെ പറ്റി കേട്ടു, ബ്രസീലിയൻ വേരിയൻറ്റിനെ പറ്റി കേട്ടു, സൗത്ത് ആഫ്രിക്കൻ വേരിയൻറ്റിനെ പറ്റി കേട്ടു. വൈറസ് പുറത്തായിരുന്നാലും പരിണാമം എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് നമുക്കിപ്പോൾ കൊറോണ വന്നപ്പോഴത്തേക്കും മനസ്സിലായി കഴിഞ്ഞു. എപ്പോഴും പരിണമിച്ചുകൊണ്ടിരിക്കുന്നു, എപ്പോഴും മ്യൂട്ടേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വൈറസുകളെയാണ് നമ്മൾ കാണുന്നത്.
അപ്പോൾ ഇത് ശരീരത്തിനുള്ളിൽ അവർ പറയുന്ന ഏത് ട്രാക്ക് വഴി കയറിയാലും, ഇപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്രയും പ്രതിരോധ ശക്തി ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ ആർക്കും കൊറോണ വരേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നാച്ചുറൽ പാത്ത് വഴിയാണെങ്കിലും പ്രതിരോധ ശക്തി അങ്ങനെ കൂട്ടാനും കുറയ്ക്കാനും ഒന്നും പറ്റുന്നതല്ല. ഇപ്പോൾ കൊറോണയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊറോണയ്ക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിബോഡീസ് തന്നെ നമ്മുടെ ശരീരം ഉണ്ടാക്കണം, എന്നാൽ മാത്രമേ അതിനെ പ്രതിരോധിക്കാനായിട്ടുള്ള കഴിവ് കിട്ടുള്ളൂ. അപ്പോൾ അതിന് ഒരു വൈൽഡ് വൈറസിനേക്കാളും വളരെ മൈൽഡായിട്ടുള്ളൊരു ഇൻഫെക്ഷൻ വരിക, അല്ലെങ്കിൽ മൈൽഡായിട്ടുള്ള ചെറിയൊരു പനി വരിക, അതാണ് ശരിക്കും ഈ വളരെ മൈൽഡായിട്ടുള്ള ഒരു സാധനമാണ് ഈ വാക്സിൻ കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ ശരീരത്തിനുള്ളിൽ വീക്കായിട്ടുള്ള ഒരു അറ്റന്യൂവേറ്റഡ് ആയിട്ടുള്ള വൈറസ് കയറുന്നതാണോ അതോ വൈൽഡായിട്ടുള്ള ഒരു വൈറസ് കയറുന്നതാണോ നമുക്ക് എപ്പോഴും നല്ലത്? ഇത് നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാക്കാവുന്ന കാര്യം. ഈ പറയുന്ന കാര്യത്തിൽ യാതൊരു അടിസ്ഥാനവും ഇല്ല. അപ്പോൾ ഏതൊരാൾക്കും രോഗിയാവണമെന്നുണ്ടെങ്കിൽ അയാളുടെ ഡിഫൻസ് മെക്കാനിസം ഭേദിച്ച് ഈ വൈറസ് അകത്ത് കയറി എന്നുള്ളതുകൊണ്ടാണ്. അവിടെ കണ്ടിന്യൂസ് ആയിട്ട് ആൻറ്റിബോഡീസ് ഉണ്ടാക്കുന്നു. വൈറീമിയ ചിലപ്പോൾ ഒരു 6-7 ദിവസം കഴിയുമ്പോഴത്തേക്കും ബോഡി തന്നെ പ്രതിരോധ ശക്തി നേടി അതിന് കംപ്ലീറ്റ് ആയിട്ട് ആൻറ്റിബോഡീസ് ഉണ്ടാക്കി അതിനെ കംപ്ലീറ്റ് ആയിട്ട് ന്യൂട്രലൈസ് ചെയ്യും. അപ്പോൾ അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതിനുള്ള സമയം കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഒരു വാക്സിൻ ആകുമ്പോഴത്തേക്കും അത് വളരെ മൈൽഡായിട്ടായിരിക്കും ഒരു ഇൻഫെക്ഷൻ പോലെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ശരീരത്തിന് ഒരു നമ്മൾ ഈ ഫയർ ഡ്രില്ലൊക്കെ കണ്ടിട്ടുള്ള പോലെ ഒന്ന് പ്രിപ്പയർഡ് ആയിട്ടിരിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ പോളിയോയുടെ IPV എന്ന് പറയും ഇവിടെ കൊടുക്കുന്ന സാധനം OPV ആദ്യമേ US കൊടുത്തു. അവിടെ അത് പ്രശ്നമായി, അവിടെ അത് അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ടാക്കി. അങ്ങനെ അവിടെ അത് 54 സംതിങ് ലൈക്ക് അത്ര ബാക്ക് ആ സമയത്ത് തന്നെ അത് അവിടെ ബാൻ ചെയ്തു. ബാക്കി വന്ന ഡോസസ് കൊണ്ടാണ് ആഫ്രിക്കയിലും ഇന്ത്യയിലും വന്നേക്കുന്നത്. അത് വന്നതിന് ശേഷം ഇവിടെ പോളിയോയുടെ കേസസ് കൂടിയിട്ടുണ്ട്. പക്ഷെ അത് പോളിയോ എന്നായിരിക്കത്തില്ല പറയുക, പാരാലിസിസ് ആയിട്ടായിരിക്കും പുറത്ത് പറയുന്നത്. ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവർ സൂചിപ്പിക്കുന്നത് ഖട്ടർ ഇൻസിഡൻറ്റിനെ കുറിച്ചിട്ടാണ്. അതായത് ഒരു ഫാമിലി ഓൺ ചെയ്തിരുന്ന ഒരു ബിസിനസ്സാണ്. ഈ വാക്സിൻ കുടിൽ വ്യവസായമായി നടത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വാക്സിൻ കോർട്ട് എന്തിനാണ്? നമുക്ക് ക്വാളിറ്റി കൺട്രോൾ ചെയ്യാനാണ്. ഒരു ക്വാളിറ്റി കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാകുന്നത് എന്തിനാണ്? ആ ക്വാളിറ്റി, വാക്സിൻ്റെ ക്വാളിറ്റി നല്ലതാണ് എന്ന് ഉറപ്പുവരുത്താനാണ്. ആക്ച്വലി നമുക്ക് കുറച്ചുകൂടി സേഫാണ് വാക്സിൻ കോർട്ട് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടെങ്കിലോ ഒക്കെ വളരെ കൃത്യമായി അതിൻ്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തിയിട്ടായിരിക്കും നമ്മുടെ അടുത്ത് ഈ പ്രോഡക്റ്റ് എത്തുന്നത്. ഇതൊരു ഫാമിലി ബിസിനസ് ആയിരുന്നു ഈ 1954-55 നടന്ന ഈ ഖട്ടർ ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത്. അവരുണ്ടാക്കിയ വാക്സിൻ ശരിയായില്ല, അതുകൊണ്ടാണ് അവർക്ക് പ്രശ്നം ഉണ്ടായത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ബഹുരാഷ്ട്ര കുത്തക എന്നൊക്കെ പറയുന്നില്ലേ, ഈ ഫൈസറോ മോഡേണയോ ആസ്ട്രോസെനക്ക പോലെയുള്ള കമ്പനികൾക്ക് വാക്സിൻ ഉണ്ടാക്കാൻ പറ്റുന്ന വെച്ചാൽ അതിന് അത്രത്തോളം ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അത് കുടിൽ വ്യവസായം പോലെ ചെയ്യാൻ പറ്റുന്നതല്ല. അതൊക്കെ ഇവർ മനസ്സിലാക്കേണ്ട കാലം കഴിഞ്ഞു. അങ്ങനെ ഇഷ്ടം പോലെ എക്സാമ്പിൾ ഉണ്ട്. ഇപ്പൊ 1 in 10, അതായത് 10-ൽ ഒരാള് US ഓട്ടിസ്റ്റിക് ആണ്. ഇതുപോലും അവരുടെ ഗവൺമെന്റ് അംഗീകരിച്ചു കഴിഞ്ഞു. അതിന്റെ റീസൺ വാക്സിൻ മാത്രമാണെന്ന് അംഗീകരിച്ചു കഴിഞ്ഞു. ഇതുപോലെ എല്ലാ അതോറിറ്റീസ് അംഗീകരിച്ച ഒരു കാര്യം ഇപ്പോഴും ഇവിടെ പറഞ്ഞാല് ആൾക്കാർക്ക് പ്രശ്നം. ഇവരോടൊക്കെ എന്ത് പറയാനാണ്? ഈ പറഞ്ഞത് ഫാക്ച്വലി തെറ്റാണ്. അമേരിക്കയിൽ 10 പേരിൽ ഒരാൾ ഓട്ടിസ്റ്റിക് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കക്കാർ കേട്ട ഓട്ടിച്ചിട്ട് അടിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്. 54 പേരിലെടുക്കുമ്പോൾ ഒരു ഓട്ടിസം എന്ന് പറയുന്ന ഒരു സ്പെക്ട്രമാണ്, അല്ലാതെ ഒരു ഒറ്റ അസുഖമല്ല. ആ സ്പെക്ട്രത്തിലുള്ള ഒരു ഡിസോർഡർ 54 പേരിൽ ഒരാൾക്ക് ഉള്ളതായിട്ട് തെളിവുണ്ട്. പക്ഷേ അത് വാക്സിൻ കൊണ്ടല്ല എന്ന് ആവർത്തിച്ച് അവർ പറയുകയും ചെയ്യുന്നുണ്ട്. ഇഷ്ടംപോലെ സയൻറ്റിഫിക് സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. അതിനകത്തുള്ള പേപ്പർ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ വാക്സിൻ റിലേറ്റഡ് ആയിട്ടല്ല ഓട്ടിസം വരുന്നത്. ഓട്ടിസമോ അല്ലെങ്കിൽ എപ്പിലെപ്റ്റിക് സീഷേഴ്സോ അതുപോലെയുള്ള കാര്യങ്ങളൊന്നും വാക്സിൻ കാരണം ഉണ്ടാവില്ല എന്ന് ആവർത്തിച്ചുള്ള പല പഠനങ്ങൾ കൊണ്ട് തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. ആദ്യം ഇത് എന്താണെന്ന് പഠിക്കുക, സ്വയം ഒന്ന് പഠിക്കുക, എന്നിട്ട് ബാക്കിയുള്ളവരെ തിരുത്താൻ വരിക. അതാണ് എനിക്ക് പറയാനുള്ളത്. അത് തന്നെ എനിക്ക് പറയാനുള്ളൂ. ആദ്യം ഇതൊക്കെ എന്താണെന്നൊന്ന് കൃത്യമായി പഠിക്കുക, അതിനുശേഷം ബാക്കിയുള്ളവരെ തിരുത്താൻ വരുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ഇഷ്ടം പോലെ പ്രൂഫ് ഉണ്ട്. പിന്നെ എന്ത് വേണമെങ്കിലും ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് എടുക്കാം. ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു സംഭവം ഇവിടെ ഇട്ടതെന്ന് വെച്ചാല് എനിക്ക് പറയാൻ തീരെ ഒരു താല്പര്യമില്ല. കാരണം ആദ്യത്തെ പ്രതികരണം ഇതായിരിക്കും. പിന്നെ എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ചെയ്യണം എന്ന് കരുതി മാത്രമാണ് ഇട്ടത് ഇവിടെ. അല്ലാതെ എനിക്കിപ്പം പ്രത്യേകിച്ച് ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. ഇനി വരാൻ പോകുന്നത്, ഇനി എന്തായാലും കുറച്ചുകൂടെ നമുക്കൊക്കെ ആയുസ് ഉണ്ടെങ്കിൽ കാണാം. ഇത് ജസ്റ്റ് ഒരു തുടക്കം മാത്രമാണ്. പ്ലാൻഡമിക്സ് ആണ് ഇനി വരാൻ പോകുന്നത്. അതായത് നെക്സ്റ്റ് 2 ഇയേഴ്സിനുള്ള പ്ലാനിങ് നടന്നു കഴിഞ്ഞു. ഈ കൊറോണയുടെ 2nd, 3rd, 4th എന്ന് പറഞ്ഞുകൊണ്ട് അവര് 2 ഇയേഴ്സിനുള്ളത് ഇവിടെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതുപോലെ ഓരോരോ സമയത്ത് വന്നുകൊണ്ടേയിരിക്കും. കാരണം വാക്സിൻ എന്ന് പറയുന്നത് ഏറ്റവും ലാഭകരമായ ബിസിനസ്സാണ്.
വളരെ തെറ്റായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇപ്പോൾ അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അവർ പറഞ്ഞത് വെറും പച്ചക്കള്ളമാണ്. അതായത് വാക്സിൻ എന്ന് പറയുന്നത് റിസ്ക് കൂടുതലും ലാഭം കുറവുമുള്ള ഒരു ബിസിനസ്സാണ്. അതെന്തെന്ന് ഇപ്പോൾ ഈ ഖട്ടർ ഇൻസിഡൻറ്റിനൊക്കെ ശേഷം ഈ വാക്സിൻ കോട്ടിൻ്റെ കാര്യമൊക്കെ അവർ തന്നെ പറഞ്ഞല്ലോ. വളരെയധികം കമ്പനികളെ നിർബന്ധിച്ചിട്ടാണ് US ഗവൺമെൻറ് അവരുടെ വാക്സിനേഷൻ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിനൊക്കെ വേണ്ടിയിട്ട് രണ്ടാമത് വാക്സിൻ ഉണ്ടാക്കിപ്പിച്ച് തുടങ്ങിയത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഇത് ലെവിയൊക്കെ കൊടുക്കണം, അല്ലെങ്കിൽ ഇതുപോലെ കോമ്പൻസേഷൻ കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് കൂടിയ എന്തിനാണ് ഈ തലവേദനയ്ക്ക് പോകണമെന്ന് ആലോചിക്കും. അപ്പോൾ വളരെ റിസ്ക് കൂടിയ ഒരു ബിസിനസ്സാണ്, വളരെ പ്രോഫിറ്റ് കുറഞ്ഞൊരു ബിസിനസ്സാണ് വാക്സിൻ ബിസിനസ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഏതെങ്കിലും ഒരു സെക്ടറിനകത്ത് ലാഭം ഉണ്ടാക്കിയിട്ട് പലരും വാക്സിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ തന്നെ നമുക്കറിയാം ഈ വാക്സിൻ ഉണ്ടാക്കുന്ന സമയത്ത് എന്തുമാത്രം പ്രോസസ്സ് വഴിയാണ് പോകുന്നത്. phase 1, phase 2, phase 3 ട്രയൽ എന്നൊക്കെ പറഞ്ഞാൽ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള, വളരെ റിഗ്രസ് ആയിട്ടുള്ള ടെസ്റ്റിംഗ് നടക്കുന്ന ഒരു ഏരിയയാണ് വാക്സിൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ പറഞ്ഞത് വസ്തുതാപരമായി തെറ്റാണ്, പച്ചക്കള്ളമാണ്. ഒരു മരുന്ന് ഒരു കമ്പനി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അവർക്ക് 12 കൊല്ലം വേണം. 13th ഇയർ ആണ് ഇത് ടെസ്റ്റ് പാസ്സാവേണ്ടത്. ഈ 13th അതിൽ ഏതാണ്ട് ഒരു $50 million പുറത്ത് വേണം ഒരു മരുന്ന് റെഡി ആയിട്ട് പുറത്തിറങ്ങണമെങ്കിൽ. ഇതില് ഈ 13ാമത്തെ വർഷം ഏതെങ്കിലും ഒരു സൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഇവർ പാസ്സായില്ലെങ്കിൽ ഇവരുടെ 50 million ഇവർക്ക് പോക്കാണ്. ഈ കമ്പനിക്ക് ഇൻവെസ്റ്റ് ചെയ്ത കമ്പനിക്ക് പോകും. ഇപ്പോഴത്തെ ഒരു ഗ്രോത്ത് റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഉണ്ടാവുന്നില്ല. അതായത് പുതിയ മെഡിസിൻസ് പഴയതുപോലെ അവർക്ക് ഇറക്കാൻ പറ്റുന്നില്ല. കാരണം ഓൾമോസ്റ്റ് എല്ലാത്തിനും ഇപ്പം ആയിക്കഴിഞ്ഞു. ഇനി അതിനെ എക്സീഡ് ചെയ്യുന്ന പല അവരുടെ നോംസ് ഉണ്ട്. അതായത് ഇപ്പം പ്രഗ്നന്റ് ലേഡീസിന് അത് സേഫ് ആയിരിക്കണം, അങ്ങനെയുള്ളത് മാത്രമേ പുതിയതായിട്ട് വരുന്നുള്ളൂ. ഇതിന്റെ ഇടയിൽ പല പല കമ്പനീസിന്റെ ടഗ് കാരണം പല ടെസ്റ്റുകൾ പാസ്സാവത്തില്ല. അപ്പൊ ഇവരുടെ ഇത്രയും വർഷവും ഇവരുടെ ഇത്രയും പൈസയും അതിൽ നഷ്ടമാവും. അതേസമയം ഒരു വാക്സിൻ പാസ്സാവാൻ വേണ്ടിയിട്ട് വെറും 1.5 കൊല്ലം മാത്രം മതി. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ പല പല വാക്സിൻ ഇതിനു മുമ്പ് എടുത്തു, നമുക്ക് പല പല ട്രയൽ തന്നു കഴിഞ്ഞു. അതായത് നമ്മളെ മനസ്സിലാക്കി കഴിഞ്ഞു. ഇതിന് മുമ്പ് വന്നൊരു സാധനം ഉണ്ടല്ലോ, നിപ്പയോ ഏതാണ്ട് ഒരെണ്ണം, അതിൽ വെച്ചിട്ട് നമ്മൾക്കൊരു ചെറിയൊരു സാമ്പിൾ വെടിക്കെട്ട് ഇട്ട് തന്നു. അതായത് ഇങ്ങനെയൊക്കെയാണ് നിങ്ങളൊരു പാൻഡമിക് വന്നാൽ ചെയ്യേണ്ടതെന്ന് ചെറിയൊരു ക്ലാസ് വന്നു. കാരണം പെട്ടെന്ന് ഒരു ഇതിലേക്ക് വരുമ്പോഴേക്കും എല്ലാവരും പേടിച്ചു പോകും. അതുകൊണ്ട് ഇതേപോലെ PPE കിറ്റും അതും ഇതൊക്കെ കാണിച്ച് സിനിമകളിലൂടെ വരെ അത് കാണിച്ച് നമ്മുടെ ഒരു സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അത് കയറ്റി, ഇതാണ് ശരി എന്നുള്ളത്. അതിനൊരു വലിയ ഫോമാണ് ഇപ്പൊ ഇറക്കിയേക്കുന്നത്. ഇവിടെ ഒരു സെക്കൻഡ് വേവും ഇല്ല, തേർഡ് വേവും വന്നിട്ടില്ല. ഇവർ പുതിയ വൈറസ് ലാബ് ഗ്രോൺ ആയിട്ട് കൊണ്ടിറക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ വിചാരിച്ചതുപോലെ ഇന്ത്യയിലും ഏഷ്യൻ കൺട്രീസിലും എന്തോ ഇത് നടന്നിട്ടില്ല. ഈ പറയുന്നത് കണ്ടില്ലേ, ഒരു കോൺസ്പിറസി തിയറിയാണ്. അതായത് ലാബ് ഗ്രോൺ ആയിട്ട് ഇങ്ങനെ വൈറസുകളെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു പാൻഡമിക് ആണ്, ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുതിയ ഓരോ വൈറസിനെ വരുന്നത്. പുതിയ വൈറസ് നാച്ചുറലായിട്ട് തന്നെ മ്യൂട്ടേഷൻ കൊണ്ടുണ്ടാവും എന്നുള്ളത് ഇവർ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ സിനിമയിലൊക്കെ കാണിക്കുന്നത് എന്താണ്, സിനിമാക്കാർ പുതിയൊരു കഥ കുക്കപ്പ് ചെയ്ത് ഉണ്ടാക്കുകയല്ല. പൊതുബോധത്തിനെ അവർ ഇപ്പോൾ നിപ്പ എന്ന് പറഞ്ഞ ഇതിനെ പറ്റി ഒരു സിനിമ ചെയ്യുമ്പോഴത്തേക്കും അവരെന്താണ് നടന്നത്, അത് എന്തുകൊണ്ടാണ് ഇത്ര ഇൻസ്പിറേഷണൽ ആയെന്ന് നോക്കിയിട്ടാണ് സിനിമ അത് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്നും ആളുകളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പേടി ജനിപ്പിക്കാനോ കാര്യങ്ങളൊന്നുമല്ല. ആ ഹെൽത്ത് വർക്കേഴ്സിനെയും നമ്മൾ അത് മറന്നുവിടുക. വളരെ ആക്റ്റീവായിട്ട് ഹെൽത്ത് വർക്കേഴ്സ് എങ്ങനെയാണ് അതിനെ കണ്ടെയ്ൻ ചെയ്തത്, ഒരു പാൻഡമിക്കായി മാറേണ്ട ഒരു സാധനത്തിന് എങ്ങനെയാണ് ഇതുപോലെയൊന്നും അല്ല അതിൻ്റെ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. അത് വളരെ ഭംഗിയായിട്ടാണ് ഹാൻഡിൽ ചെയ്തത്. അപ്പോൾ അതിന് നല്ലൊരു സന്ദേശം എത്തിക്കുകയായിരുന്നില്ല ആ സിനിമ ചെയ്ത്. ഇത്രത്തോളം പേടിക്കേണ്ട കാര്യമുണ്ടോ? ഈ പറഞ്ഞ പോലെ 10, 12, 13 വർഷം എടുത്ത് തന്നെയാണ് ഈവൻ വാക്സിൻസ് പോലും ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മൾ ആ ഒരു ഫേസ് ഒക്കെ കഴിഞ്ഞു. ഇന്നിപ്പോൾ ടെംപ്ലേറ്റുകളുണ്ട്, നമ്മൾ ഓൾറെഡി പല ഭാഗങ്ങളും ഉണ്ടാക്കി എഞ്ചിനീയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ചെറിയൊരു മോഡിഫിക്കേഷനോട് കൂടി തന്നെ ഇപ്പോൾ പുതിയ വാക്സിൻസ് ഉണ്ടാവാം. ഇപ്പോൾ mRNA വാക്സിനൊക്കെ ആണെങ്കിൽ ഓരോ വേരിയൻറ്റിനും ചെറിയ ട്വീക്കുകൾ ചെയ്താൽ മതി. അപ്പം അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആധുനിക സാങ്കേതിക വിദ്യകൾ എംപ്ലോയ് ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ വാക്സിൻ മാനുഫാക്ചറിങ് നടക്കുന്നത്. അപ്പം അതിന് ഇവിടെ എത്ര പേര് കണ്ടിട്ടുണ്ട് കൊറോണ വന്ന് മരിക്കുന്നത്? എല്ലാം മരിച്ചു കഴിഞ്ഞതിന് ശേഷം ടെസ്റ്റ് പോസിറ്റീവ് ആക്കുക, ആ മരണങ്ങളെല്ലാം കൊറോണ ആക്കുക, അങ്ങനല്ല ഇവിടെ ആഡ് ആവുന്നത്. വെറും 1% മാത്രമാണ് ഇവിടെ അതിന്റെ ഒരു ഡെത്ത് എന്ന് പറയാനായിട്ടുള്ളത്. ഡെത്ത് റേറ്റ് നോക്കുക, എത്ര പണ്ടുള്ളതിലും അതായത് നോർമൽ ഡെത്ത് വരെ കുറഞ്ഞേക്കാണ്. എന്നിട്ട് പോലും എല്ലാ കേസസും കൊറോണ കേസസ് ആക്കിയിട്ട് പോലും ഇവിടെ അതിലേക്ക് എത്തുന്നില്ല. ഈ ഒരു അസുഖം ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, ഇങ്ങനൊരു സെയിം പറയുന്ന സിംറ്റംസ് ഉള്ള ഒരു അസുഖമുണ്ട്, പക്ഷെ ഈ കാണിക്കുന്ന ഭീകരതയില്ല. ഈ ഭീകരതയില്ല എന്നൊക്കെ അത്യാവശ്യം ഒരു മനുഷ്യസ്നേഹി കാണേണ്ടത് കണ്ണ് തുറന്ന് കാര്യങ്ങൾ കാണുക എന്നുള്ളതാണ്. കോവിഡ് വന്ന് ഓരോരുത്തർ എന്തുമാത്രം ബുദ്ധിമുട്ടുമെന്നുള്ളത് ഈ മീഡിയ തുറന്നാൽ നമുക്ക് കാണാം. അല്ലാതെ തന്നെ നമുക്ക് അറിയാവുന്ന പലരും കോവിഡ് വന്ന് ഇപ്പോൾ മരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഒരു ചെറിയൊരു പ്ലേസിൽ പോലും നമുക്കത് കാണാൻ പറ്റും, വളരെ എവിഡൻ്റ് ആയിട്ട് കാണാൻ പറ്റുന്നതിനെ കണ്ടില്ല എന്ന് നടിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് ആക്കുകയല്ലല്ലോ, അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ്
ആക്കുമല്ലോ. പോസിറ്റീവ് ആണ് എന്നറിഞ്ഞിട്ട് എത്രയോ പേര് വെന്റിലേറ്ററിലും മറ്റുമൊക്കെ കിടന്നിട്ട് മരിച്ചു. ഇപ്പോൾ തന്നെ കിം കിഡുക്ക്, SPB, നമുക്കറിയാവുന്ന എത്ര പേരാണ് കോവിഡ് വന്ന് മരിച്ചത്. ഇപ്പോൾ ഇതൊന്നും മരണങ്ങളല്ല, 1% ഉള്ളൂ എന്ന് പറഞ്ഞു. 1%മല്ല, ഒരു ജീവൻ പോലും വെറുതെ ഒരു ചികിത്സാ രീതിയുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അയാളെ രക്ഷിക്കണമെന്നാണ്. 1% എന്നല്ല, ഒരു ജീവൻ പോലും കളയാൻ പാടില്ല എന്നുള്ളതാണ് ആ ഒരു സയൻറ്റിഫിക് ടെമ്പറുള്ള ഒരു ഹ്യൂമനിസ്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആരും ചെയ്യേണ്ടത്. എൻഡ് ഓഫ് ദ ഡേ ഈ വാക്സിൻ ഇറക്കണം. ഇവിടെ വാക്സിൻ എടുക്കുമ്പോഴുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഇത്രയും മാരകമായിട്ടുള്ള ഒരു സാധനം നമ്മുടെ നാച്ചുറൽ റൂട്ടിലൂടെയാണ് അത് പോകുന്നത്. ഇപ്പം വായിലൂടെ മൂക്കിലൂടെ ഒക്കെ ശ്വസിച്ചാണ് നമ്മളിലേക്ക് ഒരു ഇൻഫെക്ഷൻ വരുന്നെങ്കിൽ ബോഡി ഇതിന് പ്രിപ്പയർഡ് ആയിരിക്കും, പെട്ടെന്നൊരു ഷോക്ക് ഉണ്ടാവില്ല, നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക് തടയാൻ പറ്റും. പക്ഷേ ഡയറക്റ്റ് ആയിട്ട് ഇത്രയും പോയിസണസ് ആയിട്ടുള്ള ഒരു സാധനം, ഇത്രയധികം കെമിക്കൽസ്, ഹെവി മെറ്റൽസ് എല്ലാം കൂടെ ചെന്നിട്ട് നമ്മുടെ ബ്ലഡിലേക്ക് നേരെ ഇഞ്ചെക്ട് ചെയ്താൽ അത് ഡയറക്റ്റ് ബ്രെയിനിൽ കയറും. അടുത്ത മണ്ടത്തരം, ഡയറക്റ്റായിട്ട് ഒരു വാക്സിനും ബ്രെയിനിൽ കയറുന്നതായിട്ട് യാതൊരു തെളിവുമില്ല. ബ്ലഡ് ബ്രെയിൻ ബാരിയറിനെ കുറിച്ച് അവർ തന്നെ ഈ ഓഡിയോയുടെ അവസാന ഭാഗത്തേക്ക് പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വാക്സിന് പോലും ബ്ലഡ് ബ്രെയിൻ ബാരിയർ കടന്ന് അതിന് പോകാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ വളരെ ചെറിയ ചില വൈറസുകൾ, അല്ലെങ്കിൽ ചില അസുഖങ്ങൾ, ഇപ്പോൾ മെനിഞ്ചൈറ്റിസ് പോലെയുള്ളത്, മെനിഞ്ചോകോക്കൽ എന്നൊക്കെ പറയുന്ന വളരെ അപൂർവം ചില കാര്യങ്ങൾ മാത്രമേ ഈ ബാരിയർ ക്രോസ് ചെയ്ത് പോകാറുള്ളൂ. പക്ഷേ ഒരിക്കലും ഒരു വാക്സിൻ അത് കടന്നു പോകില്ല. കുട്ടികൾക്ക് എപ്പിലെപ്സിയോ അതുപോലെ ഇതിനെക്കുറിച്ച് ഞാൻ എന്തായാലും പോൾ ഓഫിറ്റ് എന്ന് പറഞ്ഞ ഒരു പീഡിയാട്രീഷ്യൻ പറഞ്ഞ ഒരു വീഡിയോയും അതിനോടൊപ്പം തന്നെയുള്ള ആ പേജിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മളത് കാണുമ്പോൾ മനസ്സിലാവും, നമുക്ക് ഒരു കാരണവശാലും ഈ ബ്രെയിൻ ബാരിയർ കടന്നിട്ട് ഈ വാക്സിൻ പോകില്ല എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാവും. അപ്പോൾ ഇവർ പറയുന്നത് വെറും അവർക്കറിയില്ല, അല്ലെങ്കിൽ അവർ പറയുന്നത് മനഃപൂർവ്വം പച്ചക്കള്ളം പറയുകയാണ്. അങ്ങനെ ഒരു ബ്രെയിൻ ഡാമേജ് ഉണ്ടതായിട്ട് യാതൊരു തെളിവില്ല. ഇതൊക്കെ വെറുതെ ഒരു തെളിവില്ലാത്ത ചുമ്മാ ആരോപണങ്ങൾ മാത്രമാണ്. ബ്രെയിനിന്റെ അതായത് ബോഡി വളരെയധികം ഒത്തിരി പ്ലാനിങ് ഉണ്ട് ബോഡിക്ക്. എന്തൊക്കെ എപ്പൊക്കെ ചെല്ലണം, എവിടെയൊക്കെ അലേർട്ട് കൊടുക്കണം, ഒരു സാധനം വരുന്നതിന് മുമ്പ് എന്തൊക്കെ പ്രൊട്ടക്ട് ചെയ്യണം. അതായത് നമ്മുടെ ബ്രെയിനിലേക്ക് ബാരിയർ കടന്ന് കയറണമെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇതെല്ലാം കടന്നിട്ട് നേരെ ഇത് ബ്ലഡ് ബ്രെയിൻ ബാരിയർ കടന്നിട്ട് ബ്രെയിനിൽ ചെല്ലാൻ പറ്റും, അവിടെ ബ്രെയിൻ ഡാമേജ് ഉണ്ടാക്കാൻ പറ്റും. അപ്പം അത്രയും പ്രൂവൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ വാക്സിൻ എന്ന് പറയുന്നത്. എത്ര പേപ്പറിൽ മൊത്തം വന്നുകൊണ്ടിരിക്കുകയാണ്, അഡ്വേഴ്സ് എഫക്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. വെറുതെ ഇരിക്കുന്ന ഒരാൾ ഇത് എടുക്കുമ്പോൾ പിറ്റേ ദിവസം കുഴഞ്ഞു വീണ് മരിക്കുകയാണ്. എല്ലാം റീസൺ എന്താണ്? ഏതാണ് ഹാർട്ട് അറ്റാക്ക് ആയി, അല്ല കാർഡിയാക് അറസ്റ്റ്. പെട്ടെന്ന് എങ്ങനെയാണ് വാക്സിൻ എടുത്തതിന്റെ പിറ്റേന്ന് വരുന്നത്? ഒരു കേസല്ല വരുന്നത്, പല കേസും വരുന്നുണ്ട്. ഞാനിപ്പോ സംസാരിക്കുന്ന ഓരോരുത്തർക്കും ഓരോ കേസ് അറിയാം. തളർന്നു പോയതറിയാം, ICUലുള്ളവരെ, ഇതൊന്നും ഒരു പത്രത്തിലും വരുന്നില്ല. ഓക്കെ, അപ്പം എൻ്റെ ഒരു ചെറിയൊരു എന്തോ ഒരു കടമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതൊരു അലേർട്ട് തന്നേ ഉള്ളൂ. അല്ലാണ്ട് എനിക്കിപ്പോൾ ആരെടുത്താലും എടുത്തില്ലെങ്കിലും ഒന്നും സംഭവിക്കാനില്ല. അപ്പം എൻ്റെ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നുകൊണ്ട് എനിക്ക് അറിയാവുന്നവരോട് ഇത്രയും നാൾ ഞാൻ മിണ്ടാതിരിക്കുകയായിരുന്നു. അതുകൊണ്ട് അറിയാവുന്നവരോട് ജസ്റ്റ് ഒരു ഹിന്റ് തന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാവുന്ന കാര്യമുള്ളൂ. എല്ലാ ഇൻഫർമേഷനും ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. വെറും വാക്സിൻ കോർട്ടുകളെ മാറ്റി പഠിക്കുക, അതിന് മാത്രം ഒരു എക്സ്പ്ലനേഷൻ നൽകുക. ഞാൻ പല അലോപ്പതി ഡോക്ടേഴ്സുമായിട്ട് തർക്കം ഉണ്ടായിട്ടുണ്ട് ഈ ഇടയായിട്ട്. അവർക്കൊന്നും ഈ ഒരു പോയിന്റ് ചോദിക്കുമ്പോൾ പിന്നെ ആരുടെയും റിപ്ലൈ വരില്ല. ഞാൻ ചോദിക്കുന്നത് പിന്നെ എന്തിനാണ് വാക്സിൻ കോർട്ട് എന്ന് ചോദിച്ചാൽ പിന്നെ അവരുടെ റിപ്ലൈ ഇല്ല. പലർക്കും, പല ഡോക്ടേഴ്സിന് പോലും ഇത് അറിയ തന്നില്ല ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന്. അപ്പൊ ആദ്യമേ അതിനൊരു റിപ്ലൈ തന്നിട്ട് തർക്കിക്കാൻ നിൽക്കുക. അപ്പോൾ അതിനുള്ള റിപ്ലൈ ഞാൻ തന്നു കഴിഞ്ഞു. വീണ്ടും തർക്കിക്കണമെങ്കിൽ തർക്കിക്കാം, അതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല. ഈ വാക്സിൻ എടുത്തിട്ടാണ് ഈ മരണപ്പെടുന്നതെന്ന് ഇവർ പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഇപ്പോൾ എല്ലാ പത്രത്തിൻ്റെ തലക്കെട്ടെടുത്ത് നോക്കിയാലും വാക്സിൻ എടുത്തു, ആൾ കുഴഞ്ഞു വീണ് മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും താഴെ വായിച്ചു നോക്കുമ്പോൾ പറയും അത് വാക്സിൻ കൊണ്ടല്ല, അയാൾക്ക് വേറെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണ് മരിച്ചു എന്നുള്ളത്. ഇതിനു മുമ്പ് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ഫാലസിയാണ് പോസ്റ്റ് ഹോക് ഫാലസി എന്ന് പറയുന്നത്. ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞിട്ട് മറ്റൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്നുണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള തോന്നൽ, അത്രേ ഉള്ളൂ. വാക്സിൻ എടുത്തില്ലെങ്കിലും അദ്ദേഹം മരിക്കേണ്ടതായിരുന്നു, അടുത്ത ദിവസമായിരിക്കും, കഷ്ടകാലത്തിനായിരിക്കും പോയി വാക്സിൻ എടുത്തത്, ഉടനെ അത് വാക്സിൻ്റെ. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഇതിനു മുമ്പ് നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഈ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, ആളുകൾക്ക് അത് പറഞ്ഞാൽ എന്തുകൊണ്ടോ അത് മനസ്സിലാകുന്നുമില്ല. അപ്പോൾ ഇത്രയും മാത്രം നോക്കിയാൽ മതി. വാക്സിൻ കൊണ്ട് ഡയറക്റ്റായിട്ട് മരിച്ചതായിട്ട് ഇന്ന് വരെ നമുക്ക് യാതൊരു തെളിവുകളുമില്ല. അപ്പോൾ ഇതെല്ലാം ചില എന്താ പറയുന്നത്, ഇവർ സാമൂഹ്യ സേവനം സ്വയം നടത്തുകയാണ് എന്നുള്ള വിശ്വാസത്തിലോ അല്ലെങ്കിൽ വലിയ സാമൂഹ്യ പ്രതിബദ്ധത കാണിച്ച് ഇങ്ങനെയുള്ള വോയിസ് അയക്കുകയും ചെയ്യുമ്പോൾ അവർ ശരിക്കും സമൂഹത്തോട് ചെയ്യുന്നത് ഒരു വലിയ ദ്രോഹമാണ്. അതായത് വാക്സിൻ എടുത്താൽ ജീവൻ രക്ഷിക്കാൻ കഴിയുന്ന കുറച്ച് പേരെങ്കിലും ഇതുപോലെയുള്ള മണ്ടത്തരം കേട്ടിട്ട് അത് എടുക്കാതിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വാക്സിൻ എടുക്കാൻ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ അത് പാഴാക്കരുത്, പോയി എടുക്കുക എന്നുള്ളതാണ്. ഇതുപോലെയുള്ളവരെ തിരിച്ചറിയുകയും നിങ്ങളും ആവും വിധം ഇതിനൊക്കെ മറുപടി കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ വാക്സിൻ കോട്ടുള്ളത് കൊണ്ട് പിന്നെ അതിന് അങ്ങോട്ട് സംസാരിക്കേണ്ട കാര്യമില്ല.
അല്ലെങ്കിൽ ഞെട്ടുന്ന കുറേ അലോപ്പതി ഡോക്ടർമാർ, മിക്കവാറും വല്ല ഹോമിയോ ഡോക്ടർമാരായിരിക്കും ഞെട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏത് അലോപ്പതി ഡോക്ടറാണ് വാക്സിൻ കോട്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ ഉടനെ ഞെട്ടുന്നത്? അവർക്കറിയാം, അവർ ഈ കഥകളൊക്കെ കേട്ടിട്ടുള്ളതാണ്, ഇതിനു മുമ്പ് പല പ്രാവശ്യം ഫേസ് ചെയ്തിട്ടുള്ളതുമാണ്. ഇതെന്താണ് വാക്സിൻ എന്നുള്ളത് അറിയാം. ഇനി ഇവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന പോലെ ഒരു ഡോക്ടറല്ല അങ്ങോട്ട് പോയി ടെസ്റ്റ് ട്യൂബിനകത്തിരുന്ന് വാക്സിൻ ഉണ്ടാക്കുന്നത്. ഓരോന്നിനും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഓരോ ഏരിയയിലും റിസർച്ച് ചെയ്യുന്ന ആളുകളുണ്ട്. ഈ ബി സെല്ലിൽ മാത്രം റിസർച്ച് ചെയ്യുന്നവരുണ്ട്, വാക്സിൻസിൽ മാത്രം ചെയ്യുന്നവരുണ്ട്, ഒരു പെർട്ടിക്കുലർ വൈറസിൽ മാത്രം അവരുടെ ജീവിതകാലം മുഴുവൻ സ്റ്റഡി ചെയ്യുന്ന ആളുകളുണ്ട്. അത്രയും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് ഇതൊക്കെ ഇരുന്ന് തീരുമാനിക്കുന്നത്. അല്ലാതെ ചുമ്മാ ഇവർ പറയുന്നത് പോലെ ഇൻ്റർനെറ്റിൽ കിട്ടും, ഇൻ്റർനെറ്റിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തും കിട്ടും. ഇൻ്റർനെറ്റിൽ സദ്ഗുരുവിൻ്റെ പ്രഭാഷണവും കിട്ടും, നിങ്ങൾക്ക് ബിൽഗേറ്റ്സിൻ്റെ ഇതും കിട്ടും, ജേക്കബ് അടക്കാഞ്ചേരിയും കിട്ടും, നിങ്ങൾക്ക് നല്ല സാധനങ്ങളും കിട്ടും. പക്ഷേ അത് കുറച്ച് അധ്വാനം കൂടുതലാണ്. ഓരോ സയൻറ്റിഫിക് പേപ്പറായിട്ടിരുന്ന് തപ്പുക, എന്നിട്ട് അതിനകത്തുനിന്ന് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക, അതിന് അവർ എഴുതുന്ന ടെർമിനോളജി മനസ്സിലാവണം, കുറച്ച് അധ്വാനം കൂടുതലുള്ള പണിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെയുള്ളവരെ കണ്ടെത്തി ഇവരെയൊക്കെ ഇതുപോലെ സമൂഹത്തിൽ കുപ്രചരണങ്ങൾ നടത്താതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തുടർന്ന് ഇതുപോലെയുള്ള കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അതിനോടൊപ്പം ബെൽ ബട്ടൺ അമർത്തുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരില്ല. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വിഷയമായി നിങ്ങളുടെ മുന്നിൽ വരുന്നത് വരെ ഐ ആം യുവർ ഹോസ്റ്റ് ചന്ദ്രശേഖർ, സൈനിങ് ഓഫ്. ബൈ.